സിസ്റ്റർ റാണി മരിയ, വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി. ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച വാഴ്ത്തപ്പെട്ട റാണി മരിയ. വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി പദവിയിലേക്കുള്ള നാൾ വഴികൾക്കിടയിൽ ഘാതകൻ സ്വന്തം കുടുംബാംഗമായി മാറിയ അത്യപൂർവ ചരിത്രമാണ് റാണി മരിയയുടേത്. സ്വർഗത്തിലെ ആ രക്തപുഷ്പത്തിന്റെ ഘാതകനെ സ്വന്തം മകനായി ഏറ്റെടുത്ത മാതാപിതാക്കൾ നിത്യസമ്മാനത്തിനായി യാത്രയായെങ്കിലും അവനെ സ്വന്തം സഹോദരനായി സ്വീകരിച്ച കുടുംബം ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ആ രൂപങ്ങളായി നമ്മുടെ കൺമുൻപിലുണ്ട്. ക്ഷമിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുന്നു a short documentary video on Martyr Blessed Sister Rani Maria. ഒരു സാധാരണ കർഷക കുടുംബത്തിലെ രണ്ടാമത്തെ കുട്ടിയായി 1954 ജനുവരി 29 ജനിച്ച റാണി മരിയയുടെ ജീവിതം തുടക്കം മുതൽ ക്രിസ്തീയ വിശ്വാസത്തിലും ജീവകാരുണ്യത്തിലും മുഴുകിയിരുന്നു. തൻ്റെ 6 സഹോദരങ്ങൾക്കൊപ്പം വളർന്ന അവൾ ചെറുപ്പം മുതലേ ഭക്തിയുള്ള ഒരു ചായ്വ് പ്രകടിപ്പിച്ചു. അവളുടെ ജീവിത രീതി അവളുടെ ആത്മീയ വശത്തെ പരിപോഷിപ്പിച്ചു. വിശുദ്ധ കുർബാനയിൽ പതിവായി പങ്കെടുക്കുന്നത്, ഭക്തികൃത്യങ്ങളിൽ സജീവമായ പങ്കാളിത്തം, മതബോധന പാഠങ്ങളോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അവൾ ആകൃഷ്ടയായി. സ്കൂൾ പഠനകാലത്ത് പോലും മാതാപിതാക്കളെ അവരുടെ കാർഷിക ജോലികളിലും വീട്ടുജോലികളിലും സഹായിക്കുന്നതിലൂടെ അവൾ അക്കാദമിക് വിദഗ്ധരെ സന്തുലിതമാക്കി. ഭാരതസഭയിലെ പ്രഥമ വനിതാ രക്തസാക്ഷിയാണ് വാഴ്ത്തപ്പെട്ട റാണി മരിയ. FCC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ പാവപ്പെട്ടവരെ അടിച്ചമർത്തലിൽ നിന്നും ചൂഷണത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് മധ്യപ്രദേശിലെ ഇൻഡോർ ഉദയൻ നഗർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. സ്വന്തം സംസ്ഥാനമായ കേരളത്തിലേക്കുള്ള ഒരു ബസ് യാത്രയിൽ ഇൻഡോറിൽ വെച്ച് 1995 ഫെബ്രുവരി 25 സിസ്റ്റർ കൊല്ലപ്പെട്ടത്. എതിരാളികളാൽ കൊല്ലപ്പെട്ട സിസ്റ്റർ റാണി മരിയ ഇന്ന് വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി പദവിയിലാണ്. എതിരാളിയുടെ കത്തിക്ക് മുന്നിൽ യേശുനാമം ഏറ്റുപറഞ്ഞ് മരണത്തിന് കീഴടങ്ങുമ്പോൾ 41 വയസ്സായിരുന്നു സിസ്റ്റർക്ക് പ്രായം. ഇന്ത്യയിലെ ആധുനിക കാലഘട്ടത്തിലെ രക്തസാക്ഷിയായി സഭ അവളെ അംഗീകരിച്ചു. സിസ്റ്റർ റാണി മരിയയെ കുത്തിക്കൊന്ന സമാന്തർ സിംഗ് എന്ന വ്യക്തി ബസ്സിനുള്ളിലും ബസ്സിൽ നിന്ന് വലിച്ചു പുറത്തിട്ടും കത്തികൊണ്ട് അവരെ കുത്തിക്കുലപ്പെടുത്തുകയായിരുന്നു. സിസ്റ്ററിന്റെ ശരീരത്തിൽ 54 കുത്തുകളാണ് സമാന്തർ സിംഗ് കുത്തിയത്. ഈ 54 പ്രാവശ്യവും യേശുനാമം ഉച്ചരിച്ചുകൊണ്ട് സിസ്റ്റർ തന്റെ ഘാതകന്റെ ആത്മാവിന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന് തുടർ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ജയിലിൽ കിടന്ന് അനുതപിച്ച് മാനസാന്തരത്തിന്റെ പാതയിലെത്തിയ സമാന്തർ സിംഗ് സിസ്റ്ററിന്റെ കുടുംബത്തിലെത്തി മാതാപിതാക്കളോട് ക്ഷമ ചോദിച്ചു. ഈ കുടുംബത്തിന്റെ ക്ഷമയുടെ മനോഭാവവും ആളുകളെ ഏറെ സ്വാധീനിച്ചിരുന്നു. 2003 ഫെബ്രുവരി 25 കർദിനാൾ മാർ വർക്കി വിധേയത്തിലിന്റെ കാർമ്മികത്വത്തിൽ ഉദയനഗറിൽ 8ാം ചരമവാർഷിക ദിനത്തിലാണ് സിസ്റ്ററിന്റെ നാമകരണ നടപടികൾ ആരംഭിച്ചത്. ദൈവദാസി പദവിയിലേക്ക് 2005 ജൂൺ 29 ഉയർത്തപ്പെട്ടു. 2017 നവംബർ 4 മധ്യപ്രദേശിൽ ഇൻഡോർ രൂപതയുടെ മെത്രാസന മന്ദിരത്തിന് സമീപത്തുള്ള സെന്റ് പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സമൂഹ ദിവ്യബലി മധ്യേ ഫ്രാൻസിസ് പാപ്പയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കർദിനാൾ ആഞ്ചലോ അമാത്തോയാണ് സിസ്റ്റർ റാണി മരിയയെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്. സ്നേഹത്തിൻ ജ്വാല ഭൂമിയിൽ തെളിച്ചൊരു നിർമ്മല റാണി മരിയ.